നിങ്ങളെല്ലാവരും നമ്മുടെ ബയോളജി എക്സാമിന് 10 മാർക്ക് ഉറപ്പിച്ചിരിക്കുകയാണല്ലേ. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഒരു 8 മാർക്കും കൂടി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതിന് വേണ്ടിയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 18 മാർക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, prepare a list of concepts to be included in a notice to build awareness on AIDS. നമ്മൾ എയ്ഡ്സിൻ്റെ അവെയർനെസ്സിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ടീസിൽ നമ്മൾ എന്തൊക്കെ കൺസെപ്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ഒരു 2 ഹിൻസ് തന്നിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യും, എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യില്ല, ഈ ഒരു കൺസെപ്റ്റ്സ് ആണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇതിന് നിങ്ങൾക്ക് 3 മാർക്കാണുള്ളത്. അപ്പോൾ 2 സിറ്റുവേഷൻസ് സ്പ്രെഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് പറയാം, ഒരു സിറ്റുവേഷൻ സ്പ്രെഡ് ചെയ്യാത്തത് പറയാം. അങ്ങനെ നമുക്ക് എയ്ഡ്സിനെ കുറിച്ചുള്ള അവെയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞത് എന്താണ്? സ്പ്രെഡ് ചെയ്യുന്ന ഏതെങ്കിലും 2 സിറ്റുവേഷൻസ് എഴുതാനാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യുന്നത്? ഒന്ന് മദർ ടു ഫീറ്റസ് വരെ അല്ലേ, ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് ഫീറ്റസിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെയോ നമ്മൾ ഇൻഫെക്റ്റഡ് പേഴ്സൺസ് യൂസ് ചെയ്തിട്ടുള്ള നീഡിൽസ് ഷെയർ ചെയ്യുന്നതിലൂടെ വരാം. പിന്നെ എങ്ങനെ വരും? പിന്നെ നമ്മൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ വരാം. പിന്നെ എങ്ങനെയാണ് വരുന്നത്? പിന്നെ നമ്മൾ ബ്ലഡോ അല്ലെങ്കിൽ ഓർഗൻസോ ഷെയർ ചെയ്യുന്നതിലൂടെ, ബോഡി ഫ്ലൂയിഡ്സിലൂടെ വരാം. അപ്പം ഇങ്ങനെ 4 മെത്തേഡ്സിലൂടെയാണ് എയ്ഡ്സ് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്ര മാർക്ക് കിട്ടി? 2 മാർക്ക് കിട്ടി. അപ്പോൾ വളരെ ഈസി അല്ലേ? എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? ഈ ഒരു 4 കണ്ടീഷൻസിലൂടെയാണ് എയ്ഡ്സ് സ്പ്രെഡ് ആവുന്നത്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും 2 കണ്ടീഷൻസ് എഴുതാം, 2 സിറ്റുവേഷൻസ് എഴുതാം. ഓക്കെ, പിന്നെ ഏതാണ് ചോദിച്ചത്? എങ്ങനെ സ്പ്രെഡ് ആവില്ല, എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ആവാത്തതെന്നുള്ള ഒരു സിറ്റുവേഷനാണ് എഴുതാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ കൂടെ ഒരുമിച്ച് കുളിക്കുന്നതിലൂടെയോ ഒരുമിച്ച് ഉറങ്ങുന്നതിലൂടെയോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെയോ റൂം ഷെയർ ചെയ്യുന്നതിലൂടെയോ ഒന്നും എന്താവില്ല, എയ്ഡ്സ് സ്പ്രെഡ് ആവില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു എയ്ഡ്സ് വന്ന പേഷ്യൻറ്റിനെ നമ്മൾ അവരെ അകറ്റി നിർത്തല്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എയ്ഡ്സ് സ്പ്രെഡ് ആവില്ല. അവരുടെ കൂടെ റൂം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രെഡ് ആവില്ല. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എഴുതിയാൽ മതി. ഷേക്ക് ഹാൻഡിങ് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഷേക്ക് ഹാൻഡിങ്ങിലൂടെ എന്താവില്ല, എയ്ഡ്സ് സ്പ്രെഡ് ആവില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 1 മാർക്ക് കിട്ടി. ഇവിടെ 2 മാർക്ക് കിട്ടി. അങ്ങനെ നമ്മൾ 3 മാർക്ക് ഉറപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ 3 മാർക്ക് കിട്ടുന്ന ഉറപ്പല്ലേ? ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Hints of 2 diseases are given below. 2 അസുഖങ്ങളുടെ ഹിൻസ് തന്നിട്ടുണ്ട്. Analyze them and answer the questions. ആദ്യം ഈ ഹിൻസ് നന്നായിട്ട് വായിക്കുക, അനലൈസ് ചെയ്യുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹിൻസ് എന്താണ് തന്നത്? ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, ഫാറ്റിക്, പെർസിസ്റ്റന്റ് കഫ്. തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ചുമയ്ക്കുക, നമ്മളുടെ ബോഡി വെയ്റ്റ് കുറയും, നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നുക, അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണെന്നും പറഞ്ഞു. ഇത്രയാണോ ഒരു അസുഖത്തിൻ്റെ ഹിൻസ് തന്നത്. രണ്ടാമത്തെ അസുഖം നോക്കൂ, ഒരു ജെനറ്റിക് ഡിസീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സസ് ബ്ലഡ് ഈസ് ലോസ് ഈവൻ ത്രൂ മൈനർ വൂൺസ്. ഒരു കുഞ്ഞു മുറിവിലൂടെ ധാരാളം ബ്ലഡ് പോകുന്ന ഒരു അസുഖമാണ്, ഒരു ജെനറ്റിക് ഡിസീസ് ആണെന്നും പറഞ്ഞു. ഇത്രയും ഹിൻസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഡിസീസ് എ ആൻഡ് ബി. ഈ അസുഖങ്ങൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഹിൻസിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും ആ അസുഖം മനസ്സിലായിട്ടുണ്ടാവില്ല. തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ചുമയ്ക്കുകയും ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആ അസുഖം? ട്യൂബർക്കുലോസിസ് അല്ലേ, അല്ലെങ്കിൽ ക്ഷയം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ട്യൂബർക്കുലോസിസ് ആണ്. പിന്നെ ജെനറ്റിക് ഡിസീസ് ആണെന്ന് പറഞ്ഞു. നമ്മളൊരു കുഞ്ഞു മുറിവുണ്ടായപ്പോലും നമുക്കറിയാം നമുക്ക് പെട്ടെന്ന് ഈ ബ്ലഡ് ഫ്ലോ നിൽക്കുന്നത് ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടായിട്ടാണല്ലേ. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാത്തൊരു ജെനറ്റിക് ഡിസീസ് ഏതാണ്? ഹീമോഫീലിയ അല്ലേ. അപ്പോൾ നമ്മൾ 2 അസുഖങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കിവിടെ എത്ര മാർക്ക് കിട്ടി? ഇവിടെ നമുക്ക് 2 മാർക്ക് കിട്ടി കഴിഞ്ഞു. ജസ്റ്റ് ഈ അസുഖങ്ങൾ, ഈ സിംറ്റംസ് വെച്ച് അല്ലെങ്കിൽ ഈ ഹിൻസ് വെച്ച് നിങ്ങൾക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി. പിന്നെയോ, in the case of disease B, how can a temporary relief to be brought in? അല്ലേ. അപ്പോൾ ഈ ബിയുടെ കേസിൽ നമ്മളുടെ ബി ഏതാണ്? ഹീമോഫീലിയ ആണ്.
ഹീമോഫീലിയയുടെ കേസിൽ നമുക്കങ്ങനെ താൽക്കാലിക റിലീഫ് കിട്ടുന്നത്, ടെമ്പററി റിലീഫ് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്കൊരു പൂർണ്ണമായിട്ടുള്ളൊരു ക്യൂർ പോസിബിൾ അല്ല. തൽക്കാലത്തേക്ക് നമുക്ക് എങ്ങനെ റിലീഫ് കിട്ടും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഈ ഹീമോഫീലിയ ഉണ്ടാവുന്നത് നമ്മളുടെ ബ്ലഡ് ക്ലോട്ടിനെ ഫോം ചെയ്യേണ്ട ഒരു പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്. അപ്പോൾ ആ പ്രോട്ടീൻ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? by identifying and injecting the protein which is responsible for hemophilia. അപ്പോൾ ഹീമോഫീലിയയ്ക്ക് കാരണമായിട്ടുള്ള ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ആ പ്രോട്ടീൻ ഐഡൻറ്റിഫൈ ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതാണ് തൽക്കാലത്തേക്കുള്ള ആശ്വാസം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എത്ര കിട്ടി? 1 മാർക്ക് കിട്ടി. അപ്പോൾ നമ്മൾ 3 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ബാക്ടീരിയ ദാറ്റ് കോസ് ഡിസീസ് എ. ഡിസീസ് എ ഏതാണ്? ട്യൂബർക്കുലോസിസ് ആണ് അല്ലേ? ട്യൂബർക്കുലോസിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണ് ആ ബാക്ടീരിയം? ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അപ്പോൾ ബാക്ടീരിയത്തിൻ്റെ പേരെന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ആ പേരിൽ തന്നെ ഉണ്ട് ട്യൂബർക്കുലോസിസിൻ്റെ ബാക്ടീരിയ ആണെന്ന്. അപ്പം നമുക്കിവിടെ പിന്നെ എത്ര മാർക്ക് കിട്ടി? 1 മാർക്ക് വീണ്ടും കിട്ടി. Then how does the disease A get transmitted from person to person? അപ്പോൾ ബാക്ടീരിയൽ ഡിസീസ് ആയതുകൊണ്ട് നമുക്ക് അറിയാം അത് സ്പ്രെഡാണ് അല്ലേ? സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? നമുക്കറിയാം ഇതിൻ്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് കഫാണ്. നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കഫിലൂടെയോ സ്നീസിങ്ങിലൂടെയോ ആണ് നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ ആ ഒരു പാർട്ടിക്കിൾസ്, നമ്മളുടെ വായിലുള്ള പാർട്ടിക്കിൾസിലൂടെ എയറിലോട്ടേക്ക് എന്ത് ചെയ്യും? ഈ ബാക്ടീരിയ പകരും. ആ എയർ ശ്വസിക്കുന്ന ആൾക്ക് എന്ത് കിട്ടും? ആ അസുഖം കിട്ടും. അപ്പോൾ അത് സ്പ്രെഡ് ആവുന്നത് കഫിലൂടെയോ സ്നീസിലൂടെയോ ആണ്, ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ. കഫ് ആൻഡ് സ്നീസിങ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സണിലൂടെയാണ് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടി? നമ്മൾ ഫുൾ മാർക്കും ഇവിടെ സ്കോർ ചെയ്ത് കഴിഞ്ഞ് 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ. Exam winner. Crack your exams with Exam Winner and be a true winner.